ഹായ് ഡിയർ, സ്കീം 2025 ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിട്ടുള്ള നമ്മുടെ എഞ്ചിനീയറിങ്ങിൻ്റെയും ഫാർമസിയുടെയും എക്സാം ഡേറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ നമുക്കറിയാമല്ലോ, ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. CBT മോഡിലുള്ള ഈ ഒരു എക്സാമിൻ്റെ എഞ്ചിനീയറിങ്ങിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് 23/4/2025, 25 പിന്നെ 28 വരെ, അതായത് 23, 25, 26, 27, 28 ഈ ദിവസങ്ങളിലായിട്ടാണ് എക്സാം നടക്കുന്നത്. അപ്പോൾ ടൈം ഈ ദിവസങ്ങളിൽ ഏത് ദിവസങ്ങളിലാണെങ്കിലും ടൈം വരുന്നത് 2 മണി മുതൽ 5 മണി വരെയാണ് കേട്ടോ. അപ്പോൾ ഇത് എഞ്ചിനീയറിങ്ങും ഫാർമസി രണ്ടും എഴുതുന്നവർക്കുള്ള ഒരു ഇതാണ്. സോ ഇതിൽ ഏതാണ് നിങ്ങളുടെ ഡേറ്റ് എന്ന് പറയുന്നത്, അത് നമ്മൾക്ക് നമ്മുടെ അഡ്മിറ്റ് കാർഡ്, എക്സാമിന് കുറച്ച് മുമ്പായിട്ട് നമ്മളുടെ അഡ്മിറ്റ് കാർഡ് വരും. അപ്പോൾ ഇതിൽ ഏത് ദിവസമാണ്, 23-ാം തീയതി ആണോ, 25-ാം തീയതി ആണോ, അല്ലെങ്കിൽ 26, 7, 8 വരെ, ഇത് ഏതെങ്കിലും ദിവസങ്ങളിലാണോ നിങ്ങളുടെ ഡേറ്റ് എന്ന് അറിയുന്നത് ഈ അഡ്മിറ്റ് കാർഡിലൂടെയാണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ എക്സാം സെൻറ്റർ, അതായത് എവിടെ പോയിട്ടാണ് എക്സാം എഴുതേണ്ടത് എന്നും നമ്മുടെ അഡ്മിറ്റ് കാർഡ് വന്നു കഴിയുമ്പോഴാണ് നമ്മൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. ഇനി ഫാർമസി മാത്രം എഴുതുന്നവരുണ്ടല്ലോ, എഞ്ചിനീയറിംഗ് എഴുതാതെ ഫാർമസി മാത്രം എഴുതുന്നവർക്കുള്ള ആ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് 24-ാം തീയതി രാവിലെ 11:30 മുതൽ 1 മണി വരെയോ അല്ലെങ്കിൽ 3:30 മുതൽ 5 മണി വരെയോ ആണ്. അപ്പോൾ നമുക്ക് എഞ്ചിനീയറിംഗ് എഴുതുന്നവർക്ക് നമുക്കറിയാം എന്തൊക്കെ എഴുതണം, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇത് 3 എഴുതണം അല്ലേ. അതേസമയം ഫാർമസിക്കാണെങ്കിൽ നമുക്ക് മാത്സിന് ആവശ്യമില്ല, ഫിസിക്സ്, കെമിസ്ട്രി മാത്രമേ ആവശ്യമുള്ളൂ. സോ അതുകൊണ്ടാണ് ഇങ്ങനെ ആ ഒരു ഇത് വച്ചേക്കുന്നത്. പിന്നെ നമ്മൾക്ക് 29-ാം തീയതിയും ഫാർമസി എഴുതുന്നവർക്ക് ഡേറ്റും ടൈമും തന്നിട്ടുണ്ട്. 29-ാം തീയതി 3:30 മുതൽ 5 മണി വരെയുള്ള ടൈമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ നിങ്ങൾക്കിതിൽ ഏത് ഡേറ്റ് ആണ് എന്ന് നിങ്ങൾക്ക് അറിയുന്നത് നമ്മുടെ അഡ്മിറ്റ് കാർഡ് വരുന്നതിന് ശേഷം മാത്രമാണ് കേട്ടോ. ഇനി ഇവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്, സ്റ്റുഡൻസ് അപ്പിയറിംഗ് ഫോർ ദ എഞ്ചിനീയറിംഗ് ആൻഡ് ഫാർമസി എക്സാമിനേഷൻ ഷുഡ് റിപ്പോർട്ട് അറ്റ് ദ എക്സാമിനേഷൻ സെൻറ്റർ 2 hours ബിഫോർ ദ എക്സാമിനേഷൻ. ഫോർ ഡീറ്റെയിൽസ് വിസിറ്റ് കമ്മീഷണർ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ വെബ്സൈറ്റ്. അതായത് ഇൻസ്ട്രക്ഷൻസ് ഇനിയും വരും. സോ ആ ഒരു സമയത്ത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ, അതായത് ഹോൾ ടിക്കറ്റ് എന്ന് പറയുന്നത്, നമ്മൾ +2 എക്സാം എഴുതിയപ്പോൾ നമുക്കൊരു ഹോൾ ടിക്കറ്റ് ഉണ്ടായില്ലേ, അത് തന്നെയാണ് നമ്മളിവിടെ അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്നത്. സോ അതിൽ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും, അത് പാടുള്ള ഒരു ഇൻസ്ട്രക്ഷനും ഇല്ല, അതൊക്കെ ഒന്ന് ഫോളോ ചെയ്താൽ മതി കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ നമ്മളുടെ വെബ്സൈറ്റിൽ, അതായത് സിയുടെ വെബ്സൈറ്റ് ഉണ്ടല്ലോ, നിങ്ങൾ അതിൽ പോയി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഈ കാൻഡിഡേറ്റ് ലോഗിൻ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുക്കുക. നിങ്ങൾ ഇൻ കേസ് ഏതെങ്കിലും കാരണവശാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറോ അല്ലെങ്കിൽ പാസ്വേഡോ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്. ദെൻ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത മൊബൈലിലേക്ക് SMS വരികയോ അല്ലെങ്കിൽ മെയിലിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് വരികയൊക്കെ ചെയ്യും. ദെൻ ആ ഒരു ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്തിട്ട് ഓപ്പൺ ആക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഓപ്പൺ ആക്കി കഴിയുമ്പോൾ ഇപ്പോൾ നമുക്ക് പുതിയൊരു കാര്യവും കൂടി നമ്മളുടെ പ്രൊഫൈലിൽ ലഭ്യമാണ്. അതാണ് എന്താണ്, നിങ്ങൾക്ക് എക്സാം എഴുതാനായിട്ട് ഒരു പ്രാക്ടീസ് ടെസ്റ്റിനുള്ള സൗകര്യം നമുക്ക് എൻട്രൻസ് കമ്മീഷന് അവൈലബിൾ ആക്കി തന്നിട്ടുണ്ട് കേട്ടോ. സോ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഫോണിലാണെങ്കിൽ ഡെസ്ക്ടോപ്പ് സൈറ്റിലേക്ക് മാറ്റിയിട്ടിട്ട് ലോഗിൻ ചെയ്യണമായിരിക്കും നല്ലത്. സോ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പ്രൊഫൈലിൽ നമുക്കിവിടെ പ്രാക്ടീസ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു മെനു, ഒരു ലിങ്കോ എന്തെങ്കിലും അവിടെ കാണേക്കാം. അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം നിങ്ങൾക്ക് ഉണ്ടാവും. ഇത് നിങ്ങൾക്ക് അവിടെ പോയി, അതായത് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ വെറുതെ ഒരു ഇതായിട്ടിരുന്ന് ചെയ്യരുത്. ഒന്ന് ജസ്റ്റ് പഠിച്ചിട്ട് നന്നായിട്ട് നിങ്ങൾ എക്സാമിന് ഇരുന്ന് എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ ഒരു നല്ല അധികം ഒച്ചയും ബഹളമൊന്നും ഇല്ലാത്തൊരു റൂമിലിരുന്നിട്ട്, പറ്റുമെങ്കിൽ അത് ഡെസ്ക്ടോപ്പൊക്കെ ഉള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ ഫോണിലല്ലാതെ ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുക. അപ്പോൾ നമ്മൾക്കൊരു പ്രാക്ടീസ് ആവും. ആ ഒരു ടൈമിൽ ചിലവരൊക്കെ സ്വയം പഠിച്ചെഴുതുന്നവരൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു പ്രാക്ടീസ് ടെസ്റ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ സീരിയസോടുകൂടി എടുത്ത് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾ എക്സാം സെൻറ്ററിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുന്നുണ്ട്, നിങ്ങൾക്ക് ആക്സസ് കറക്റ്റ് അല്ല നെറ്റിൻ്റെ, അത് അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ടെക്നിക്കൽ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെയുള്ള ഇൻവിജിലേറ്റേഴ്സ് ആയിട്ട് ഒരു സർ അവിടെ നിൽപ്പുണ്ടാവും. ദെൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് കറക്റ്റായിട്ട് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇൻസ്ട്രക്ഷനൊക്കെ തരും. നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ എക്സാം ഹാളിൽ.
ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഈ 2 കാര്യങ്ങളാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിട്ട് വന്നേക്കുന്നത്. സോ അത് രണ്ടും നിങ്ങൾ ചെയ്യുക കേട്ടോ. എന്തായാലും അതായത് രണ്ടും ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്ന് സമയമാണ്, അത് നമ്മുടെ കറക്റ്റ് എന്നാണ് സമയം എന്നുള്ളത് നമുക്ക് നമ്മുടെ അഡ്മിറ്റ് കാർഡ് വന്നാലാണ് അറിയാൻ പറ്റുക. പക്ഷേ പ്രാക്ടീസ് ടെസ്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ അത് നിങ്ങൾ ഒരു സീരിയസ് ആയിട്ട് അത്യാവശ്യമൊക്കെ ഒന്ന് പഠിച്ചിട്ട് സീരിയസ് ആയിട്ട് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ എവിടെയാണ് മിസ്റ്റേക്കുകൾ വന്നു പോയിട്ടുള്ളത്, ഞാൻ എന്തെങ്കിലും കറക്റ്റ് ചെയ്യാനുണ്ട്, ആ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് തന്നെ ചെയ്യുക കേട്ടോ. സോ എല്ലാം കെയർഫുള്ളായിട്ട് ചെയ്യുക. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.